PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2023 ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. അതിന്റെ ലാസ്റ്റ് ക്ലാസ് ആണിത്. ഇത് കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സബ്ജക്റ്റുകളുടെയും പ്രത്യേകിച്ചും 20 സെറ്റ് പ്രസ്താവന ചോദ്യം, മാതൃകാ ചോദ്യങ്ങളുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് ഓഗസ്റ്റ് മാസത്തെ അതിന്റെ അവസാനത്തെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം. അടുത്തിടെ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ച കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? അത് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം. അപ്പൊ എന്താണ്? അടുത്തിടെ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ച കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം. ഇനി നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ വിമാനത്താവളങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് ഏതൊക്കെയെന്നും നമുക്കൊക്കെ അറിയാം അല്ലെ? അതിലെന്താണ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രാധാന്യം എന്താണ്? ജസ്റ്റ് ഒന്ന് ചിന്തിച്ച്. എന്താണ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രാധാന്യം? അത് ഇത്രയേ ഉള്ളൂ. അടുത്തിടെ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ച കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഇപ്പൊ ആ പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. അടുത്തൊരു പോയിന്റ് നോക്കാം. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങളും അഴിമതിയും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടെയിൽ എന്ന് പറയുന്നത് അല്ലെ? കോക്ടെയിൽ എന്ന് പറയുന്നത് അല്ലെ, കോക്ടെയിൽ പ്രോഗ്രാം അല്ലെ, കോക്ടെയിൽ എന്നൊക്കെ പറയുന്നത് മദ്യവുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണെന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ ഇത് സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പാണ്. എക്സൈസ് ഓഫീസുകളിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങളും അഴിമതിയും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടെയിൽ അല്ലെ? ഓപ്പറേഷൻ കോക്ടെയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ സെൽ ബസ് സർവീസ് അല്ലെ? എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ സെൽ ബസ് സർവീസ് ആരംഭിക്കുന്നത് എവിടെയാണ്? അത് ലഡാക്കിലാണ്. ലഡാക്ക് ദേശീയ താപോർജ്ജ കോർപ്പറേഷനാണ് പദ്ധതി നടപ്പാക്കുന്നത് അല്ലെ? അപ്പൊ എന്താണ് പ്രത്യേകത? ലഡാക്കിന് ഇപ്പൊ നമ്മൾ പഠിച്ചൊരു പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ സെൽ ബസ് അല്ലെ? അതാണ് പ്രത്യേകത. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ സെൽ ബസ്, അതാണ് പ്രത്യേകത. അപ്പോൾ ഹൈഡ്രജൻ സെൽ ബസ് സർവീസ് ആരംഭിക്കുന്നത് എവിടെയാണ്? അത് ലഡാക്കിലാണ്. ലഡാക്കിൽ അല്ലെ? ലഡാക്കിൽ ദേശീയ താപോർജ്ജ കോർപ്പറേഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അല്ലെ? ഓക്കെ. അപ്പൊ അടുത്ത ഒരു നോക്കാം. ചന്ദ്രയാൻ 3 അല്ലെ? 3യുടെ റോവർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റോവർ പ്രഗ്യാനാണ് അല്ലെ? ലാൻഡറിന്റെ പേരാണെങ്കിൽ എന്താണ്? ലാൻഡർ നമ്മൾ വിക്രം എന്നാണ് വിളിക്കുന്നത് അല്ലെ? അപ്പൊ ചന്ദ്രയാൻ 3യുടെ റോവർ ഏത് പേരിൽ അറിയപ്പെടുന്നു? റോവർ പ്രഗ്യാൻ. അതേപോലെ ലാൻഡർ ആണെങ്കിൽ വിക്രം എന്നുമാണ് അറിയപ്പെടുന്നത് കേട്ടോ, വിക്രം. ഇനി അടുത്തത് ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സേഫ് ലാൻഡിംഗ് നടത്തിയ തീയതി 2023 ഓഗസ്റ്റ് 23 അല്ലെ? ഇനി നമ്മൾ കുറച്ച് നാളത്തേക്ക് PSC പരീക്ഷ എഴുതുമ്പോൾ ഈ ഒരു ഡേറ്റ്, ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മിക്കവാറും നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ഒരു ഡേറ്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? 2023 ഓഗസ്റ്റ് 23 പ്രാധാന്യം അർഹിക്കുന്ന ഒരു തീയതിയാണ്. 2023 ഓഗസ്റ്റ് 5-നാണ് ഭ്രമണപഥത്തിലെത്തിയത് അല്ലെ? LVM-3 M4 ആണ് വിക്ഷേപണ വാഹനം അല്ലെ? ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ചന്ദ്രയാൻ 3 നിങ്ങൾ അല്ലെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇത്രയേ ഉള്ളൂ. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സേഫ് ലാൻഡിംഗ് നടത്തിയ തീയതി 2023 ഓഗസ്റ്റ് 23 ആണ്. 2023 ഓഗസ്റ്റ് 5-നാണ് ഭ്രമണപഥത്തിൽ എത്തിയത്. ആ വിക്ഷേപണ വാഹനം ചോദിച്ചാൽ അത് LVM-3 M4 ആണ്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 100 മീറ്ററിൽ അല്ലെ? വനിതകളുടെ കാര്യമാണ്. വനിതകളുടെ 100 മീറ്ററിൽ സ്വർണം നേടിയതാരാണ്? അത് ഷകാരി റിച്ചാർഡ്സൺ ആണ്. ഷകാരി റിച്ചാർഡ്സൺ USA ആണ്. മലബാർ നാവികാഭ്യാസത്തിന്റെ 27ാമത് പതിപ്പിന് വേദിയായത് സിഡ്നിയാണ്. സിഡ്നി ഓസ്ട്രേലിയയിലാണെന്നറിയാം അല്ലെ? അപ്പോൾ ഓർക്കുക, മലബാർ നാവികാഭ്യാസത്തിന്റെ 27ാമത് പതിപ്പിന് വേദിയായത് എവിടെയാണ്? സിഡ്നിയാണ്. സിഡ്നി. ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വരുന്ന 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ എവിടെയാണ്? അത് ദ്വാരക എക്സ്പ്രസ് ഹൈവേ ആണ് അല്ലെ? എന്താണ് പ്രത്യേകത? 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ ആണ്. 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ അല്ലെ? അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വരുന്ന 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ എവിടെയാണ്? ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പാക്കുന്ന 3ാമത്തെ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ആദ്യമായി നടപ്പിലാക്കിയത് ന്യൂസിലൻഡ് ആയിരുന്നു കേട്ടോ. ഇത് ഓർത്തിരിക്കണം. 2ാമത് ഇന്ത്യ അല്ലെ? ഇത് വേണം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാമല്ലോ അല്ലെ? സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്ന, തെറ്റിച്ചൊക്കെ ചോദിക്കാവുന്ന രാജ്യം അല്ലെ, കാര്യങ്ങളാണ്. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ക്രിക്കറ്റിൽ നിങ്ങൾ കണ്ണടച്ചിരുന്നൊന്ന് ആലോചിക്കുക, ഞാൻ പറയുന്നത് കേൾക്കുക, മനസ്സിലാക്കി വിടുക. ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പാക്കുന്ന
ആദ്യത്തെ രാജ്യം ഏതാണ്? അത് ന്യൂസിലൻഡാണ്. ആദ്യം ന്യൂസിലൻഡാണ് നടപ്പാക്കിയത്. രണ്ടാമത് നമ്മുടെ ഇന്ത്യ നടപ്പാക്കി. ഇപ്പൊ മൂന്നാമത്തെ രാജ്യമായിട്ട് ദക്ഷിണാഫ്രിക്ക വന്നു അല്ലെ. അപ്പൊ അത് ഓർത്തിരിക്കുക, ന്യൂസിലൻഡ്, ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, ഈ 3 രാജ്യങ്ങളാണ് അതേ ഓർഡറിൽ അല്ലെ ക്രിക്കറ്റിലെ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പാക്കിയത്. വിദേശത്ത് വെച്ച് അന്തരിക്കുന്നവരുടെ മൃതദേഹം അതിവേഗം നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് ഇ കെയർ പോർട്ടൽ എന്ന് പറയുന്നത്. ഇ കെയർ പോർട്ടൽ അല്ലെ. വിദേശത്ത് വെച്ച് അന്തരിക്കുന്നവരുടെ മൃതദേഹം അതിവേഗം നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ഇ കെയർ പോർട്ടൽ. ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ രാഹുൽ ദ്രാവിഡാണ് അല്ലെ. ഇത് 2023 ഓഗസ്റ്റിലെ വിവരമാണ്. നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് അപ്ഡേറ്റ് ചെയ്ത് വേണം ഇത് പഠിക്കാൻ അല്ലെ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ്, ഇതെവിടെ? ഇന്ത്യയിലെ തന്നെയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് എവിടെയാണ്? വാഗമണ്ണിലാണല്ലേ. വാഗമണ്ണിൽ, ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് വാഗമൺ, ഇടുക്കി ജില്ല. 2024 ഖത്തറിൽ നടക്കുന്ന ഏഷ്യ കപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന മത്സരത്തിനും ഫൈനൽ മത്സരത്തിനും വേദിയാകുന്ന സ്റ്റേഡിയം ചോദിച്ചാൽ അത് ലുസൈൽ സ്റ്റേഡിയമാണ്. ലുസൈൽ സ്റ്റേഡിയം. അപ്പൊ എന്താണ്? 2024 അതായത് ഈ വർഷം ഖത്തറിൽ നടക്കുന്ന ഏഷ്യ കപ്പ് ഫുട്ബോൾ അപ്പൊ ഈ വർഷം നടക്കുന്നത് എവിടെയാണ്? ഖത്തറിലാണ് അല്ലെ. 2024 ഖത്തറിൽ നടക്കുന്ന ഏഷ്യ കപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന മത്സരത്തിനും ഫൈനൽ മത്സരത്തിനും വേദിയാകുന്ന സ്റ്റേഡിയം ഏതാണ്? ലുസൈൽ സ്റ്റേഡിയമാണ്. ലുസൈൽ സ്റ്റേഡിയം. ദേശീയ ഹരിത ട്രിബ്യൂണൽ അധ്യക്ഷൻ ആരാണ്? അത് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ്. ഇത് ഓഗസ്റ്റിലെ വിവരമാണ്. കഴിഞ്ഞ 2023 ഓഗസ്റ്റിലെ വിവരമാണ്. 2023 വനിതാ ചെസ് ലോകകപ്പ് ജേതാവ് ആരാണ്? അത് അലക്സാണ്ട്ര ഗോര്യാകിച്കിന അല്ലെ. അലക്സാണ്ട്ര ഗോര്യാകിച്കിന. നോക്കി വായിക്കണം അല്ലെ. അപ്പൊ 2023 വനിതാ ചെസ് ലോകകപ്പ് ജേതാവ്, 2023 വനിതയാണ് ചെസ് ലോകകപ്പ് ജേതാവ്. ആരാണ്? അലക്സാണ്ട്ര ഗോര്യാകിച്കിനയാണ്. ഇത് ട്രൈ ബ്രേക്കറിലാണ് അല്ലെ. പറയാൻ തന്നെ പാടാണ്. ട്രൈ ബ്രേക്കറിലേക്ക് കടന്ന ഫൈനലിൽ ബൾഗേറിയൻ താരം നൂർഗുൽ സലിമോവയെയാണ് പരാജയപ്പെടുത്തിയത്. ഈ ഒരു പോയിന്റ് റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. രണ്ടാമത് പറയാനുള്ള ആംബിയർ ഇല്ല അല്ലെ. ഓക്കെ, 2023 വനിതാ ചെസ് ലോകകപ്പ് ജേതാവ് അലക്സാണ്ട്ര ഗോര്യാകിച്കിനയാണ്. ട്രൈ ബ്രേക്കറിലേക്ക് കടന്ന ഫൈനലിൽ ബൾഗേറിയൻ താരം നൂർഗുൽ സലിമോവയെയാണ് പരാജയപ്പെടുത്തിയത്. DGCAയുടെ ലൈസൻസ് സ്വന്തമാക്കിയ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡ്രോൺ പൈലറ്റാണ് റിൻഷ പട്ടക്കൽ അല്ലെ. എന്താണ് റിൻഷ പട്ടക്കലിന്റെ പ്രത്യേകത? DGCAയുടെ ലൈസൻസ് സ്വന്തമാക്കിയ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡ്രോൺ പൈലറ്റാണ്. 2023 ചെസ് ലോകകപ്പ് ജേതാവ് ആരാണ്? മാഗ്നസ് കാൾസൺ ആണ് അല്ലെ. മാഗ്നസ് കാൾസൺ. ഇപ്പോ ചെസ് ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈ വർഷത്തെ. ഓക്കെ, അവിടുത്തെ ആരെയാണ് മാഗ്നസ് കാൾസൺ അസർബൈജാന്റെ തലസ്ഥാനമായ ബുക്കുവിൽ നടന്ന മത്സരത്തിൽ പരാജയപ്പെടുത്തിയത്? അത് നമ്മുടെ ആർ പ്രജ്ഞാനന്ദയാണ് അല്ലെ. ആർ പ്രജ്ഞാനന്ദയെ. 2023 ചെസ് ലോകകപ്പ് ജേതാവ് ആരായിരുന്നു? മാഗ്നസ് കാൾസൺ ആണ്. ആരെയാണ് മാഗ്നസ് കാൾസൺ അസർബൈജാന്റെ തലസ്ഥാനമായ ബക്കുവിൽ നടന്ന മത്സരത്തിൽ പരാജയപ്പെടുത്തിയത്? ആർ പ്രജ്ഞാനന്ദയാണ്. വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശുഭയാത്ര. എന്താണ് ആ പദ്ധതിയുടെ പേര്? എന്താണ് ഉദ്ദേശം അല്ലെ? വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശുഭയാത്ര. ആദ്യമായി വിദേശത്ത് പോകുന്നവർക്കാണ് സഹായം ലഭിക്കാൻ അർഹത. തിരിച്ചടവ് കാലാവധി 3 വർഷമാണ് അല്ലെ. തിരിച്ചടവ് കാലാവധി 3 വർഷമാണ്. അപ്പൊ എന്താണ് ശുഭയാത്ര എന്ന പദ്ധതിയുടെ പ്രത്യേകത? വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നവർക്ക് അല്ലെ, ആദ്യമായി വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ്. 2021 ഓഗസ്റ്റിൽ അന്തരിച്ച സ്ഥിതിവിവര ശാസ്ത്രജ്ഞനാണ് CR റാവു അല്ലെ. CR റാവു. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? 2023 ഓഗസ്റ്റിൽ അന്തരിച്ച സ്ഥിതിവിവര ശാസ്ത്രജ്ഞനാണ് CR റാവു. പുതുതായി 19 ജില്ലകൾ നിലവിൽ വന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. രാജസ്ഥാൻ. പുതുതായി 19 ജില്ലകൾ നിലവിൽ വന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഇതോടെ ജില്ലകളുടെ എണ്ണം 50 ആയി അല്ലെ. അപ്പൊ എന്തറിയാം നിങ്ങൾക്ക് രാജസ്ഥാനെ കുറിച്ച്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു പോയിന്റ് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. രാജസ്ഥാനിൽ നിലവിൽ ജില്ലകളുടെ എണ്ണം എത്രയാണ്? 50 ആണ് അല്ലെ. എങ്ങനെയാണ് 50 എത്തിയത്? അടുത്തിടെ 19 ജില്ലകൾ നിലവിൽ വന്നു. അങ്ങനെയാണ് 50 ആയിട്ട് മാറിയത്. 2023 ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അല്ലെ, ഉന്മേഷ എന്നാണ് അറിയപ്പെടുന്നത്. ഉന്മേഷ ഫെസ്റ്റിവൽ ഓഫ് ഫോക്ക് ആൻഡ് ട്രൈബൽ പെർഫോമിംഗ് ആർട്സ് അല്ലെ. അതെന്താ? ഉത്കർഷ് എന്നിവയ്ക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? ഭോപ്പാലാണ് അല്ലെ. അപ്പോൾ 2023 ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉന്മേഷ, ഫെസ്റ്റിവൽ ഓഫ് ഫോക്ക് ആൻഡ് ട്രൈബൽ പെർഫോമിംഗ് ആർട്സ് ഉത്കർഷ് എന്നിവയ്ക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഭോപ്പാലാണ്. രാജ്യത്ത് ആദ്യമായി ഏക സിവിൽ കോഡിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് അല്ലെ. രാജ്യത്ത് ആദ്യമായി ഏക സിവിൽ കോഡിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ സംസ്ഥാനം കേരളമാണ്. ഏക സിവിൽ കോഡിനെതിരെ
ഇതിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അല്ലെ, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഏക സിവിൽ കോഡിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. അല്ലെ, അപ്പൊ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സിന്റെയും പരീക്ഷ ഇടാറുണ്ട് ടെലഗ്രാമിൽ. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴി ജോയിൻ ചെയ്യുക. അടുത്തൊരു പോയിന്റ് നോക്കുക. ഇന്ത്യയെ ആഗോള വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് സ്റ്റഡി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ എന്താണ്? ഇന്ത്യയെ ആഗോള വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് സ്റ്റഡി ഇൻ ഇന്ത്യ. ബ്രിക്സിൽ പുതുതായി അംഗത്വം എടുക്കുന്ന 6 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അതിലൊന്ന് അർജന്റീന, പിന്നൊന്ന് ഇറാനാണ്, പിന്നൊന്ന് UAE ആണ്. അല്ലെ, അടുത്തത് സൗദി അറേബ്യ ആണ്, എത്യോപ്യ ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്. അല്ലെ, ഈ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ച് തന്നുകൊണ്ട് ചോദിച്ചാൽ അല്ലെ നമ്മൾ പെട്ടു. അതുകൊണ്ട് രാജ്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഏതൊക്കെയാണ്? ബ്രിക്സിൽ പുതുതായി അംഗത്വം എടുക്കുന്ന 6 രാജ്യങ്ങളാണ്. ഒന്ന് അർജന്റീന, പിന്നെ ഒന്ന് ഇറാൻ, പിന്നെ UAE, സൗദി അറേബ്യ, എത്യോപ്യ, ഈജിപ്റ്റ് എന്നിവ. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന 15ാമത് ഉച്ചകോടിയിലാണ് 6 രാജ്യങ്ങളെ അംഗങ്ങളാക്കാൻ തീരുമാനിച്ചത്. പാകിസ്ഥാനെ ഉൾപ്പെടുത്താനുള്ള ചൈനയുടെ നീക്കം ഇന്ത്യ പരാജയപ്പെടുത്തി. അല്ലെ, അപ്പൊ നോക്കുക, ബ്രിക്സിൽ പുതുതായി വന്ന അംഗങ്ങൾ ആരൊക്കെയാണ്? അർജന്റീന, ഇറാൻ, UAE, സൗദി അറേബ്യ, എത്യോപ്യ, ഈജിപ്റ്റ് എന്നിവയാണ്. അല്ലെ, ദക്ഷിണാഫ്രിക്കയിൽ നടന്ന 15ാമത് ഉച്ചകോടിയിലാണ് 6 രാജ്യങ്ങളെ അംഗങ്ങളാക്കാൻ തീരുമാനിച്ചത്. പാകിസ്ഥാനെ ഉൾപ്പെടുത്താനുള്ള ചൈനയുടെ നീക്കം ഇന്ത്യ പരാജയപ്പെടുത്തി. ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി സ്വർണം നേടിയ ആദ്യ പുരുഷതാരമാണ് ഓജസ് പ്രവീൺ. ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി സ്വർണം നേടിയ ആദ്യ പുരുഷതാരം ഓജസ് പ്രവീൺ ആണ്. അല്ലെ, ഓജസ് പ്രവീൺ ബെർലിൻ ചാമ്പ്യൻഷിപ്പിലാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. അല്ലെ, അടുത്ത നോക്കുക. ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ എന്ന് പറയുന്നത്. അല്ലെ, ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ. നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ ഒരു ഓപ്പറേഷൻ കോക്ടെയിൽ പഠിച്ചിരുന്നു. അത് എന്താണെന്ന് ഓർക്കുന്നവരൊന്ന് കമന്റ് ചെയ്യുക. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മേഖലയുടെ മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ മെമ്പർഷിപ്പ് കാർഡാണ് ലീപ്പ്. എന്താണ്? കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മേഖലയുടെ മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അല്ലെ, കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മേഖലയുടെ മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ മെമ്പർഷിപ്പ് കാർഡാണ് ലീപ്പ്. കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർധന, സംസ്കരണം, കർഷകർക്ക് മികച്ച വരുമാനം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനമാണ് കാപ്കോ. അപ്പൊ എന്താണ് കാപ്കോ? കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർധന, സംസ്കരണം, കർഷകർക്ക് മികച്ച വരുമാനം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാനത്തെ സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനമാണ് കാപ്കോ. കാപ്കോയുടെ പൂർണ്ണ രൂപം ചോദിച്ചാൽ അത് കേരള അഗ്രോ ബിസിനസ് കമ്പനി എന്നുള്ളതാണ്. അല്ലെ, കാപ്കോ എന്താണ്? കാപ്കോ കേരള അഗ്രോ ബിസിനസ് കമ്പനിയാണ് കാപ്കോ എന്നറിയപ്പെടുന്നത്. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ്? കാലം സാക്ഷി എന്നാണ്. കാലം സാക്ഷി. അപ്പൊ കാലം സാക്ഷി എന്ന കൃതി അല്ലെ, അത് ആരുടെ ആത്മകഥയാണ്? ഉമ്മൻചാണ്ടിയുടെ ആത്മകഥാ പുസ്തകമാണ്. അല്ലെ, അത് പബ്ലിഷ് ചെയ്തത് മാതൃഭൂമി ബുക്സ് ആണ്. കാലം സാക്ഷി രചിച്ചതാരെന്ന് ചോദിച്ചാൽ അത് സണ്ണിക്കുട്ടി എബ്രഹാം ആണ്. അല്ലെ, സണ്ണിക്കുട്ടി എബ്രഹാം ആണ് കാലം സാക്ഷി എന്ന കൃതി രചിച്ചത്. എന്താണ് കാലം സാക്ഷി? അത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ്. ഇൻഫോസിസിന്റെ അംബാസഡറായി നിയമിതനായ ടെന്നീസ് താരമാണ് റാഫേൽ നഡാൽ. അല്ലെ, 3 വർഷത്തേക്കാണ് കരാറ്. അപ്പോൾ ഇത് 2021 ഓഗസ്റ്റിലെ വിവരമാണ്. 3 വർഷത്തേക്കാണ് കരാറ്. അല്ലെ, ഇൻഫോസിസിന്റെ അംബാസഡറായി നിയമിതനായ ടെന്നീസ് താരമാണ് റാഫേൽ നഡാൽ. ലോക അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരനാണ് നമ്മുടെ നീരജ് ചോപ്ര. അല്ലെ, നീരജ് ചോപ്രയുടെ പ്രത്യേകത എന്താണ്? ലോക അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ നമ്മുടെ ഇന്ത്യക്കാരനാണ് നീരജ് ചോപ്ര. ജില്ലകളിലുടനീളം കരമാലിന്യ സംസ്കരണവും ശുചീകരണവും വർദ്ധിപ്പിക്കാൻ മോഡി എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് അസം. അല്ലെ, അസം എന്താണ്? ജില്ലകളിലുടനീളം കരമാലിന്യ സംസ്കരണവും ശുചീകരണവും വർദ്ധിപ്പിക്കാൻ മോഡി എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് അസമാണ്. അസം. അല്ലെ, IBSA വേൾഡ് ഗെയിംസിൽ വനിതാ ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തിയത് നമ്മുടെ ഇന്ത്യയാണ്. അല്ലെ, എന്താണ്? IBSA വേൾഡ് ഗെയിംസിൽ വനിതാ ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തിയത് നമ്മുടെ ഇന്ത്യയാണ്. നാഷണൽ സ്പേസ് ഡേ ആയി ആചരിക്കുന്നതിന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദിവസം ഓഗസ്റ്റ് 23 അല്ലെ, നമുക്കറിയാം ചന്ദ്രയാൻ 3 അല്ലെ, ചന്ദ്രനിൽ സേഫ് ലാൻഡിംഗ് നടത്തിയ ദിവസം നമ്മൾ പഠിച്ചതാണ്. അല്ലെ, ഒരു ഓഗസ്റ്റ് 23 2023 ഓഗസ്റ്റ് 23. അതുകൊണ്ട് ആ ഒരു ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് ഓഗസ്റ്റ് 23 ഏത് ഡേ ആയിട്ട് ആചരിക്കുന്നു? നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നു. ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത ദിവസമാണ്. ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് VVS ലക്ഷ്മൺ ആയിരുന്നു. അല്ലെ, എന്താണ്? ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനാരായിരുന്നു? VVS ലക്ഷ്മൺ ആയിരുന്നു. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന ആത്മകഥ ആരുടേതാണ്? അത് മാധവ് ഗാഡ്ഗിലിന്റേതാണ്. അല്ലെ, പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന ആത്മകഥ ആരുടേതാണ്? മാധവ് ഗാഡ്ഗിലിന്റേതാണ് ആ കൃതി. അല്ലെ, എത്ര ദൂരമാണ് ലോക അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ നീരജ്
ചോപ്ര ജാവലിൻ എറിഞ്ഞത് അത് 88.17 മീറ്റർ ആണ് അല്ലെ. അപ്പോൾ എത്ര ദൂരമാണ് ലോക അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞത്? 88.17 മീറ്റർ ആണ്. 88.17 മീറ്റർ. ലോക അത്ലറ്റിക് മീറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യക്ക് ലഭിച്ച എത്രാമത്തെ മെഡലാണ്? 2023 അത് 3ാമത്തെ മെഡലാണ് അല്ലെ. 2002 അഞ്ജു ബോബി ജോർജ് നേടിയ വെങ്കലവും കഴിഞ്ഞ വർഷം നീരജിന്റെ തന്നെ വെള്ളിയുമായിരുന്നു ഇതുവരെയുള്ള നേട്ടങ്ങൾ. അപ്പോൾ നോക്കുക, ലോക അത്ലറ്റിക് മീറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യക്ക് ലഭിച്ച എത്രാമത്തെ മെഡലാണ് 2023 അത് 3ാമത്തെ മെഡലാണ്. 2002 അഞ്ജു ബോബി ജോർജ് നേടിയ വെങ്കലവും കഴിഞ്ഞ വർഷം നീരജിന്റെ തന്നെ വെള്ളിയുമായിരുന്നു ഇതുവരെയുള്ള നേട്ടങ്ങൾ. 2023 40ാം വാർഷികം ആഘോഷിക്കുന്ന സതേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ് അല്ലെ. സതേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. എന്താണ് പ്രത്യേകത? 2023 40ാം വാർഷികം ആഘോഷിച്ചു. NCERT നീക്കം ചെയ്ത ഉള്ളടക്കം ഉൾപ്പെടുത്തി ഹയർ സെക്കൻഡറിക്ക് അധിക പാഠപുസ്തകങ്ങൾ ചേർത്ത സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അപ്പൊ എന്താണ് പ്രത്യേകത? NCERT നീക്കം ചെയ്ത ഉള്ളടക്കം ഉൾപ്പെടുത്തി ഹയർ സെക്കൻഡറിക്ക് അധിക പാഠപുസ്തകങ്ങൾ ചേർത്ത സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനാണ് ജയന്ത് മഹാപാത്ര. അപ്പൊ ജയന്ത് മഹാപാത്ര എന്താണ് പ്രത്യേകത? 2023 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനാണ്. ഇംഗ്ലീഷ് പദ്യത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ സാഹിത്യകാരനാരാണ്? അത് ജയന്ത് മഹാപാത്രയാണ്. അദ്ദേഹമാണ് 2023 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ. പുരുഷ ലോകകപ്പ് ബാഡ്മിന്റൺ ജേതാവായ തായ്ലൻഡ് താരമാണ് കുൻലാവുട്ട് വിറ്റിറ്റ്സരൻ അല്ലെ. അപ്പൊ എന്താണ്? പുരുഷ ലോകകപ്പ് ബാഡ്മിന്റൺ ജേതാവായ തായ്ലൻഡ് താരത്തിന്റെ പേരെന്താണ്? കുൻലാവുട്ട് വിറ്റിറ്റ്സരൻ. നാഷണൽ സ്മാർട്ട് സിറ്റി അവാർഡ് 2022 നേടിയത് ഇൻഡോർ ആണ്. നാഷണൽ സ്മാർട്ട് സിറ്റി അവാർഡ് 2022 നേടിയത് ഇൻഡോർ ആണ്. ഇൻഡോർ. അടുത്ത പോയിന്റ് നോക്കാം. ചാന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന് നൽകിയ പേര് ശിവശക്തി പോയിന്റ് എന്നാണ്. ചാന്ദ്രയാൻ 2 തകർന്നു വീണ പോയിന്റ് ആണ് തിരങ്ക അല്ലെ. അപ്പൊ എന്താണ്? ചാന്ദ്രയാൻ 3 സേഫ് ലാൻഡ് അല്ലെ, അതേപോലെ സേഫ് ലാൻഡിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന് നൽകിയ പേര് ശിവശക്തി പോയിന്റ് എന്നാണ്. ചന്ദ്രയാൻ 2 തകർന്നു വീണ പോയിന്റ് ഏതാണ്? തിരങ്ക എന്നാണ് അല്ലെ. തിരങ്ക. ചന്ദ്രനിലെ താപനിലയുടെ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്ന പേലോഡ് ഏതാണ്? അത് ചേസ്റ്റ് ആണ്. ചന്ദ്ര സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നാണ് ചേസ്റ്റിന്റെ മുഴുവൻ പേര്. ചന്ദ്രാസ് സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ്. ചന്ദ്രനിലെ താപനിലയുടെ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്ന പേലോഡാണ് ചേസ്റ്റ്. 2023 ഓഗസ്റ്റിൽ സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മധ്യപ്രദേശാണ്. 2023 ഓഗസ്റ്റിൽ സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% അല്ലെ, സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. മിസ് എർത്ത് ഇന്ത്യ 2023 പട്ടം നേടിയത് പ്രിയൻ സെയിൻ ആണ്. പ്രിയൻ സെയിൻ. മിസ് എർത്ത് ഇന്ത്യ 2023 പട്ടം നേടിയത് ആരാണ്? അത് പ്രിയൻ സെൻ ആണ്. പ്രിയൻ സെയിനിന്റെ സ്വദേശം എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂർ ആണ് അല്ലെ. രാജസ്ഥാനിലെ ജയ്പൂർ സ്വദേശിയാണ് പ്രിയൻ സെയിൻ. പ്രിയൻ സെയിന്റെ പ്രത്യേകത എന്താണ്? മിസ് എർത്ത് ഇന്ത്യ 2023 പട്ടം നേടിയത് പ്രിയൻ സെയിൻ ആണ്. പ്രിയൻ സെയിനിന്റെ സ്വദേശം രാജസ്ഥാനിലെ ജയ്പൂർ ആണ്. വിയറ്റ്നാമിൽ നടക്കുന്ന 2023 മിസ് എർത്ത് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തിരുന്നത് പ്രിയൻ സെയിൻ ആണ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങളാണ് പാകിസ്ഥാനും ശ്രീലങ്കയും അല്ലെ. 2023 ഇത് ഏഷ്യ കപ്പിന്റെ കാര്യമാണ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാനും ശ്രീലങ്കയുമായിരുന്നു. റെയിൽവേ ബോർഡിന്റെ ചെയർപേഴ്സണായി നിയമിതയായ ആദ്യ വനിതയാണ് ജയ വർമ്മ സിൻഹ. അനിൽകുമാർ ലഹോട്ടിക്ക് പകരമാണ് നിയമനം നടന്നത് അല്ലെ. റെയിൽവേ ബോർഡിന്റെ ചെയർപേഴ്സണായി നിയമിതയായ ആദ്യ വനിതയാരാണ്? ജയ വർമ്മ സിൻഹയാണ്. 2023-24 സംസ്ഥാന കായികമേളയുടെ വേദി ചോദിച്ചാൽ അത് തൃശ്ശൂരാണ് അല്ലെ. 2023-24 സംസ്ഥാന കായികമേളയുടെ വേദി എവിടെയായിരുന്നു? തൃശ്ശൂരായിരുന്നു. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ പാർട്ട് ടൈം ചെയർപേഴ്സണായി നിയമിതനായത് നീൽകാന്ത് മിശ്രയാണ്. നീൽകാന്ത് മിശ്ര. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി അല്ലെ. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ പാർട്ട് ടൈം ചെയർപേഴ്സണായി നിയമിതനായത് നീൽകാന്ത് മിശ്രയാണ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ജൂറി ചെയർമാൻ കേതൻ മേത്തയായിരുന്നു അല്ലെ. കേതൻ മേത്ത. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ജൂറി ചെയർമാൻ കേതൻ മേത്തയായിരുന്നു. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അംഗീകാരം നേടിയത് ആരാണ്? അത് അല്ലു അർജുൻ ആണ് അല്ലെ. അല്ലു അർജുന്റെ പുഷ്പ എന്ന സിനിമയ്ക്ക് അല്ലെ, പുഷ്പ ദ റൈസ് അല്ലെ. ദേശീയ അവാർഡിന് അല്ലു അർജുനെ അർഹനാക്കിയ സിനിമ പുഷ്പ ദ റൈസ് എന്നുള്ളതാണ് അല്ലെ.
ഇപ്രാവശ്യം മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയത് ആലിയ ഭട്ടാണ് അല്ലെ. ഗംഗൂബായ്, കത്തിയവാടി, അതേപോലെ കൃതി സനോണും കൂടിയാണ് അല്ലെ. കൃതി സനോൺ ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ്? മിമി എന്ന ചിത്രത്തിലെ അഭിനയത്തിന്. അപ്പൊ എന്താണ് ഇപ്രാവശ്യം മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയത് ആരൊക്കെയാണ്? ആലിയ ഭട്ടും കൃതി സനോണുമാണ്. ആലിയ ഭട്ട്, കൃതി സനോൺ. ആലിയ ഭട്ടിന് ഗംഗൂബായ് കത്തിയവാടി എന്ന സിനിമയ്ക്കും കൃതി സനോണിന് മിമി എന്ന സിനിമയിലെ അഭിനയത്തിനുമാണ് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചത്. മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിഖിൽ മഹാജനാണ്. അദ്ദേഹത്തിന്റെ മറാഠി സിനിമയാണ് ഗോദാവരി. ഈ ഗോദാവരി എന്ന സിനിമ സംവിധാനം ചെയ്തതിനാണ് മികച്ച സംവിധായകനായി നിഖിൽ മഹാജനെ തിരഞ്ഞെടുത്തത്. മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോക്കട്രി ദ നമ്പി എഫക്ട് എന്ന സിനിമയാണ് അല്ലെ. റോക്കട്രി ദ നമ്പി എഫക്ട് എന്ന സിനിമയാണ് മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെ. ബാക്കി പോയിന്റ് നമുക്ക് നോക്കാം. റോക്കട്രി ദ നമ്പി എഫക്ട് സംവിധാനം ചെയ്തത് ആർ മാധവനാണ് അല്ലെ. ആർ മാധവനെ നമുക്കറിയാം അല്ലെ, തമിഴ് സിനിമാ നടൻ കൂടിയാണ് ആർ മാധവൻ. റോക്കട്രി ദ നമ്പി എഫക്ട് സംവിധാനം ചെയ്തത് ആർ മാധവനാണ്. മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് RRR അല്ലെ. ഈ സിനിമ നിങ്ങൾക്കറിയാം, RRR. സംവിധാനം ചെയ്തത് SS രാജമൗലിയാണ്. SS രാജമൗലി സംവിധാനം ചെയ്തതാണ്. സിനിമയുടെ നിർമ്മാതാവ് ആരാന്ന് ചോദിച്ചാൽ DVV ധനയ്യയാണ്. DVV ധനയ്യ. RRR സംവിധാനം ചെയ്തത് SS രാജമൗലി. സിനിമയുടെ നിർമ്മാതാവ് DVV ധനയ്യയാണ്. മികച്ച സഹനടനുള്ള അവാർഡ് നേടിയത് പങ്കജ് ത്രിപാഠിയാണ്. ചിത്രം മിമി അല്ലെ. മിമിയിലെ അഭിനയത്തിനാണ് മികച്ച സഹനടനുള്ള അവാർഡ് നേടിയത്. മികച്ച സഹനടിക്കുള്ള അവാർഡ് പുരസ്കാര ജേതാവ് പല്ലവി ജോഷിയാണ്. പല്ലവി ജോഷി. ചിത്രം ദ കാശ്മീർ ഫയൽസ് ആണ്. കാശ്മീർ ഫയൽസ്. മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഹോം എന്ന സിനിമ സംവിധാനം ചെയ്തത് റോജിൻ തോമസ് ആണ്. വിജയ് ബാബു ആണ് അതിന്റെ നിർമ്മാതാവ്. അപ്പൊ എന്താണ് മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഹോം സംവിധാനം ചെയ്തത് റോജിൻ തോമസ് ആണ്. വിജയ് ബാബു ആണ് നിർമ്മാതാവ്. മികച്ച നവാഗത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിഷ്ണു മോഹൻ അല്ലെ. ഉണ്ണി മുകുന്ദൻ നിർമ്മിച്ച മേപ്പടിയാൻ എന്ന ചിത്രത്തിനാണ് അംഗീകാരം ലഭിച്ചത്. അപ്പൊ എന്താണ് മികച്ച നവാഗത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിഷ്ണു മോഹൻ ആണ്. ഉണ്ണി മുകുന്ദൻ നിർമ്മിച്ച മേപ്പടിയാൻ എന്ന ചിത്രത്തിനാണ് അംഗീകാരം ലഭിച്ചത്. ദേശീയോദ്ഗ്രഥനത്തിനുള്ള പുരസ്കാരം നേടിയ ചിത്രം ദ കാശ്മീർ ഫയൽസ് ആണ്. ദേശീയോദ്ഗ്രഥനത്തിനുള്ള പുരസ്കാരം നേടിയ ചിത്രം ദ കാശ്മീർ ഫയൽസ്. കാശ്മീർ ഫയൽസ് സംവിധാനം ചെയ്തത് വിവേക് അഗ്നിഹോത്രിയാണ്. കാശ്മീർ ഫയൽസ് സംവിധാനം ചെയ്തത് ആരാണ്? വിവേക് അഗ്നിഹോത്രിയാണ്. മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് ഇന്ദ്രൻസ് ആണ്. മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ മലയാളി ഇന്ദ്രൻസ് ആണ്. ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് ഇന്ദ്രൻസിന് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചത്? ഹോം എന്ന ചിത്രത്തിലെ അഭിനയത്തിന്. മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡിന് ഷാഹി കബീറിനെ അർഹനാക്കിയ മലയാള ചിത്രം നായാട്ടാണ്. മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡിന് ഷാഹി കബീറിനെ അർഹനാക്കിയ മലയാള ചിത്രം നായാട്ടാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആവാസ വ്യൂഹമാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആവാസ വ്യൂഹം. നിർമ്മാണം അതേപോലെ സംവിധാനം കൃഷന്ത്. മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം നേടിയത് കാലഭൈരവയാണ്. മികച്ച ഗായിക ശ്രേയാ ഘോഷാലാണ് അല്ലെ. മികച്ച ഗായിക ആരായിരുന്നു? ശ്രേയാ ഘോഷാല്. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം നേടിയത് ദേവിശ്രീ പ്രസാദ് ആണ് അല്ലെ. DSP എന്നറിയപ്പെടുന്ന ദേവിശ്രീ പ്രസാദ്. പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡിന് അർഹനായത് MM കീരവാണി. പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡിന് അർഹനായത് MM കീരവാണിയാണ്. നമ്മളിപ്പോ 2023 ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 2024 ജനുവരി വരെയുള്ള ഈ പുസ്തകത്തിൽ, അതായത് കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇത്രയും തീർത്തിട്ടുണ്ട്. ഇതിന്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കറണ്ട് അഫയേഴ്സിന്റെ. അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ്. ഇനിയിപ്പം നമുക്ക് പഠിക്കാനുള്ളത് ജൂലൈയിലെയാണ്. അങ്ങനെ ജൂലൈ കഴിഞ്ഞ് ജൂൺ, മെയ് നമ്മൾ എത്രയും പെട്ടെന്ന് തീർക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.